ഹലോ ഡിയർ സ്റ്റുഡൻസ്, AEL റാങ്ക് ലിസ്റ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള കാര്യമാണ് ഇനി അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്. ഈ നിശ്ചിത റാങ്കിന് ഓരോരുത്തരുടെയും നിശ്ചിത റാങ്കിനനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ AEL അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികൾ തീർച്ചയായും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ പലരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻസും നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ പറ്റും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ഫോർ മോർ അപ്ഡേറ്റ്സ് ആൻഡ് ഇൻഫർമേഷൻ. ഒരുപാട് കാൻഡിഡേറ്റ്സ് CSAP പ്രൊസീജിയറിനെ കുറിച്ച് അലോട്ട്മെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമൃതയുടെ AEEE എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനാണ് CSAP പ്രൊസീജിയർ ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹെൽത്ത് അലൈഡ് കോഴ്സിനും നഴ്സിംഗ്, BPharm നിങ്ങളിപ്പോൾ എഴുതിയ ഈ AEEL എക്സാമിന് ഒരു CSAP പ്രൊസീജിയറിന് പകരം പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് സിസ്റ്റം വഴിയാണ് അമൃത അഡ്മിഷൻ ഫോളോ ചെയ്യുന്നത്. അതായത് ഇതൊരു സിസ്റ്റമാറ്റിക് ആൻഡ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അതിൽ കുറച്ച് ഫേസസ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് തന്നെ ഓൾറെഡി നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതിനുശേഷം അവരൊരു കൗൺസിലിംഗ് ഷെഡ്യൂൾ PDF അമൃതയുടെ UG അഡ്മിഷൻ ഡാഷ്ബോർഡിൽ പബ്ലിഷ് ചെയ്യും. അതായത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ നെയിംസ് ഒന്നും അതിലുണ്ടാവില്ല, റാങ്ക് റേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ, ഒരു റാങ്ക് 1 to 250 മോർണിംഗ് 9 AM ഇന്ന ഡേറ്റിനെന്ന് പറഞ്ഞ് അവർ ഓൾറെഡി നിങ്ങളുടെ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂളിൻ്റെ ഒരു PDF നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മെയിലായിട്ടായിരിക്കും വരുന്നത്. ഓൾറെഡി നിങ്ങളുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോഴൊക്കെ ഒരു ലിങ്ക് അവർ സെൻഡ് ചെയ്തില്ലേ, ആ സെയിം വേയിൽ ഒരു ലിങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതൊക്കെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുമ്പോഴേക്കും ലിങ്ക് ലോഗിൻ ആവും. അങ്ങനെയായിരിക്കും. അപ്പോൾ അതിലൊരു സ്ലോട്ട് ടൈമിംഗ് തന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ദിവസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. മോസ്റ്റ്ലി അവർ ചെയ്യുക, ആ ദിവസം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈമിന്, ഇപ്പോൾ 9 AM തന്നാൽ, ഇന്നൊരു ഡേറ്റിന് 9 AM സ്ലോട്ട് ടൈം തന്നാൽ ആ ഒരു ടൈമിൽ കറക്റ്റ് നിങ്ങളുടെ ഫോണൊക്കെ ഫുള്ളി ചാർജ് ചെയ്തിട്ട് നല്ല റേഞ്ചുള്ളൊരു സ്ഥലത്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പം അവർ ആ കറക്റ്റ് ടൈമിൽ മോസ്റ്റ്ലി കോളിംഗ് വഴിയായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ കോൾ ചെയ്യാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും, അതായത് അതിനൊരു റെസിസ്റ്റൻസും ഇല്ലാതെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി നിങ്ങൾ അമൃതയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും കോള് വരുന്നത്, അതുകൊണ്ട് ഫോൺ ആക്റ്റീവ് ആയിരിക്കണം. അപ്പം സ്ലോട്ട് ടൈമിൽ ഡോക്യുമെൻറ്റ്സ്, അതായത് അലോട്ട്മെൻറ്റ് കോൾ വഴി നടക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ടൈമിൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കി വെക്കണം. അതായത് ക്ലാസ് 10ൻ്റെ സർട്ടിഫിക്കറ്റ്, ക്ലാസ് 12ൻ്റെ മാർക്ക് ഷീറ്റ്, പിന്നെ ഒറിജിനലും വെക്കാം, നിങ്ങൾക്കൊരു ഒരു കോപ്പിയും വെക്കാം, AEL അഡ്മിറ്റ് കാർഡ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാം. ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയാം. കോൾ ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും വെർബൽ വെരിഫിക്കേഷൻ നടത്തും. അതായത് ഇന്ന് റാങ്കുള്ള കുട്ടി നിങ്ങൾക്കിപ്പം ഇത്ര റാങ്കുള്ള കുട്ടി, നിങ്ങളുടെ പേര് ഇതാണോ എന്നുള്ളത് ഒരു വെർബൽ വെരിഫിക്കേഷൻ നടത്തും. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ട് അവർ വെരിഫൈ ചെയ്യും. അങ്ങനെ ഒരു വെർബൽ വെരിഫിക്കേഷൻ നടത്തും. അത് കഴിഞ്ഞിട്ട് ടെലിഫോണിക് സീറ്റ് അലോട്ട്മെൻറ്റാണ് നടക്കുന്നത്. അഡ്മിഷൻ കമ്മിറ്റി കോൾ ചെയ്യുന്ന സമയത്ത് റാങ്കും ഐഡൻറ്റിറ്റിയും കൺഫേം ചെയ്തതിന് ശേഷം അവരിങ്ങനെ പറയും നിങ്ങളോട്, BSc നിങ്ങളുടെ റാങ്ക് ഇത്രയാണ്, അപ്പം BPharm, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, BPharm ഫുള്ളായി, പക്ഷേ BSc നഴ്സിങ്ങിനും BSc ഡയാലിസിസ് MLT സീറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും കോൾ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറച്ച് ഓപ്ഷനിൽ 3 കോഴ്സെങ്കിലും നിങ്ങളുടെ ഓപ്ഷനിൽ ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ ഒരു കോഴ്സിന് അമൃതയിൽ തന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അപ്പം BSc നഴ്സിങ്ങിന് ജോയിൻ ചെയ്യുന്ന ഒരാൾ, അതിന് BSc നഴ്സിംഗ് കിട്ടിയില്ല എങ്കിൽ അതെടുത്ത ഓപ്ഷൻ എന്താ വെക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഉണ്ടാവണം. അത് ഒരു ഡിസിഷൻ നിങ്ങൾ ആ സമയത്ത് തന്നെ കൊടുക്കണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഒരു ചോയ്സ് പറയുകയാണെങ്കിൽ
പ്രൊവിഷണലി ആ സീറ്റ് റിസർവ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ സെയിം ടൈം ഒരു ഡിസിഷൻ എടുക്കാനുള്ള പ്രിപ്പയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നേരത്തെ നിങ്ങളൊരു 2-3 സീറ്റ് 2-3 കോഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് ചിന്തിച്ച്, അതായത് കോഴ്സിൻ്റെ അവൈലബിലിറ്റി ആദ്യത്തെ റാങ്കിലുള്ള കുട്ടികളാണെങ്കിൽ ഈസി ആയിരിക്കും, അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഇത്. അവർക്ക് സീറ്റ് കൂടുതൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അവർ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇത്ര സീറ്റ് ഉണ്ട്, ഇങ്ങനെയാണ് എന്നൊക്കെ അവർ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ ഓൾറെഡി നിങ്ങൾ സീറ്റൊക്കെ റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ഡേ ബിഫോർ 5 PM അവർ ഇനി എന്തെങ്കിലും ടൈമിൽ ചേഞ്ച് ഉണ്ടാവുമോ എന്നറിയില്ല. ഇതിപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ സെയിം ഡേ ഫീസ് സബ്മിഷനും ഡോക്യുമെൻറ്റ്സ് സബ്മിഷനും ചെയ്യണം എന്നാണ്. അപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ +2 റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും മോസ്റ്റ്ലി അലോട്ട്മെൻറ്റ് നടക്കുക എന്നാണ് കൗൺസിലിംഗ് നടക്കുക എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെന്ന് വെച്ചാൽ അല്ലാതെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ്സൊക്കെ സ്കാൻ ചെയ്ത് ഒരു ക്ലിയർ PDF ഫോമാറ്റിൽ സേവ് ചെയ്യണം. നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും സ്കാനർ ആപ്പൊക്കെ യൂസ് ചെയ്ത് അത് അറിയാവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത കുട്ടികൾ നമ്മുടെ അക്ഷയ സെൻറ്ററിലോ അങ്ങനെ ഏതെങ്കിലും കമ്പ്യൂട്ടർ കഫേയിലൊക്കെ പോയിട്ട് ഒരു PDF ഫോർമാറ്റിൽ നേരത്തെ ചെയ്ത് വെക്കാം. അലോട്ട്മെൻറ്റ് കിട്ടുന്നതിന് മുമ്പേ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു PDF ഫോമാറ്റിൽ സേവ് ചെയ്ത് വെക്കണം എന്ന്. അത് അവരുടെ ഒഫീഷ്യൽ അഡ്മിഷൻ പോർട്ടലിലേക്ക് ഇമെയിൽ ചെയ്യണം. അതായത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, അലേർട്ടഡ് കോഴ്സ് എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ട് അത് കറക്റ്റ് എനിക്ക് തോന്നുന്നു അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞു തരുമായിരിക്കും. എന്നാലും അങ്ങനെ കോഴ്സ് മെൻഷൻ ചെയ്തിട്ട് പോർട്ടൽ ലോഗിൻ ചെയ്ത് ആ സെയിം ടൈം തന്നെ നിങ്ങൾ ഇനീഷ്യൽ ഫീ പേയ്മെൻറ്റും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഫസ്റ്റ് ഇയറിൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കണം എന്നാണ്. ഇനി എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നെനിക്ക് അറിയില്ല. ഫീസ് എന്തായാലും റെഡിയാക്കി വെക്കണം. ആ ഒരു ടൈമിൽ മോസ്റ്റ്ലി കുട്ടികൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉള്ള കുട്ടികളായിരിക്കും. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫീസ്, അതായത് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ്, ട്യൂഷൻ ഫീസ് എങ്ങനെയെങ്കിലുമൊക്കെ ആ സമയത്തേക്ക് റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. സീറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തിന്, അതായത് ഇന്ന ഡേറ്റ് 5 PM നിങ്ങൾ ഡോക്യുമെൻറ്റ്സും ഫീസും പേ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെയിം ടൈം തന്നെ അവർ തന്ന ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസലാവും. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും, ഡോക്യുമെൻറ്റ്സും പിന്നെ ഫീസും നേരത്തെ റെഡിയാക്കി വെക്കുക. ഓക്കെ, പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇവിടെ പറയാനുള്ളത്, ചിലപ്പം കോളിംഗ് സിസ്റ്റം അല്ലാതെ ഓൺലൈൻ സിസ്റ്റം വഴി അലോട്ട്മെൻറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് അവർ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യും, ഇന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും ഏത് കോഴ്സാണ് ഓപ്റ്റ് ചെയ്യുന്നത് എന്ന് ഓപ്ഷൻ വെക്കാനും അങ്ങനെയും നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോളിംഗ് തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ കൺഫേം ചെയ്യരുത്. അമൃതയുടെ പ്രോസസ്സ് എപ്പോഴും വാരി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതും കൂടെ കരുതിയിരിക്കുക. കോളിംഗ് സിസ്റ്റം തന്നെ ആയിരിക്കണമെന്ന് ഒരു ഉറപ്പുമില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓൾറെഡി ചെയ്തു, ഫീസ് പേ ചെയ്തു, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പ്രൊവിഷണൽ അഡ്മിഷൻ ഓർഡർ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ പ്രൊവിഷണൽ അഡ്മിഷൻ ലെറ്റർ അമൃതയുടെ പോർട്ടലിൽ ലഭിക്കും. അതിൽ ലോഗിൻ ഡീറ്റെയിൽസ്, റിപ്പോർട്ടിംഗ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അമൃത ക്യാമ്പസിൽ, നിങ്ങളിപ്പോൾ കൊച്ചിയിലാണെങ്കിൽ കൊച്ചി, ഫരീദാബാദ് ഏതാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ അവർ തന്ന ആ ടൈമിൽ റിപ്പോർട്ട് ചെയ്യുക, ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം മുൻകൂട്ടി റെഡിയാക്കി വെക്കണം. അതായത് AEL റാങ്ക് കാർഡ്, 10th സർട്ടിഫിക്കറ്റ്, 12th മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, TC, കണ്ടക്ട് സർട്ടിഫിക്കറ്റ്, അതായത് പിന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. എനിക്ക് തോന്നുന്നു അമൃതയിൽ റിസർവേഷനൊന്നും ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും ചിലപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ TC മതിയാവും. ഫിസിക്കൽ ഫയലിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ കോപ്പി സെറ്റ്സ്, പാസ്പോർട്ട് ഫോട്ടോസ്, അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എല്ലാം എടുത്ത് വെക്കണം. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അക്നോളജ്മെൻറ്റ് പേപ്പർ, ആ ഒരു സംഭവം നിങ്ങൾ അപ്ലൈ ചെയ്തപ്പം കമ്പ്യൂട്ടറിൽ കാണുന്ന ആ ഒരു പേപ്പർ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അഡ്മിറ്റ് കാർഡും നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ നിങ്ങളുടെ ബാങ്ക് കാർഡോ പേയ്മെൻറ്റ് മെത്തേഡൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. മിക്കവാറും ആ ദിവസം ഫീസ് കുറച്ചടയ്ക്കാൻ പറയുകയാണെങ്കിൽ ഫോണിലൂടെ ഓൺലൈൻ പേയ്മെൻറ്റ് ഇത്ര നിശ്ചിത തുകയാണെങ്കിൽ ബാക്കി ചിലപ്പം ഫിസിക്കലി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിലായിരിക്കും ബാക്കി പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി വെക്കുക. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എഡ്യൂക്കേഷൻ ലോണിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാമെങ്കിലും നിങ്ങൾക്ക് അവരുടെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നതിനനുസരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള ഡൗട്ടാണ് അവരുടെ റാങ്കിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അലോട്ട്മെൻറ്റ് ആണ് നടക്കുന്നത് എന്ന് ഒരു കാര്യം പറയാം, എത്ര സ്റ്റെപ്പാണെന്നുള്ളത്. ആദ്യം നിങ്ങൾ സീറ്റൊക്കെ റിസർവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇന്ന കോഴ്സ് ഓപ്റ്റ് ചെയ്തു, അതിന് ശേഷം അവരൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇടും. അപ്പോൾ ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യണമെങ്കിൽ, അതായത് ഇന്ന കോഴ്സിന് നിങ്ങൾക്ക് കിട്ടും ഇത്ര, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇത്ര കോഴ്സിന് സീറ്റ് ലഭിക്കും, ഇന്ന കോഴ്സിനാണ് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് വഴി കിട്ടും. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഈ സ്പെസിഫിക് അലോട്ട്മെൻറ്റിൽ ചേഞ്ചസ് വരുത്താമെന്ന് ഞാൻ അറിഞ്ഞത്. അതിനെപ്പറ്റി എനിക്ക് കൺഫർമേഷൻ ഇല്ല. പക്ഷേ ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഓൾറെഡി എല്ലാ എക്സാമിനും ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത് ചേഞ്ചസും, അതായത് സ്പെസിഫിക് കോഴ്സ് നമ്മൾ 3 കോഴ്സ് ഓൾറെഡി ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് വിത്തിൻ 1 വീക്ക് തന്നെ, അതായത് ഈ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കും. ആദ്യത്തെ നല്ല മാർക്സ് ഉള്ള സ്റ്റുഡൻസിന് ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ ചാൻസ് കിട്ടും. ഇവർക്ക് 50% നമ്മുടെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ 50% സീറ്റ് സ്കോളർഷിപ്പോട് കൂടിയ സീറ്റാണെന്ന്, അവർക്ക് ഫീസ് റിഡക്ഷൻ ഉണ്ടാവും. അങ്ങനെ ആദ്യത്തെ അലോട്ട്മെൻറ്റ് നടക്കും. അതിനുശേഷമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് നടക്കുക. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ചിലർക്ക് ഫീസ് അടയ്ക്കാൻ പറ്റില്ല, ചിലർക്ക് നല്ല മാർക്കുള്ള കുട്ടികളാണെങ്കിൽ അവർ ഗവൺമെൻറ് സീറ്റ് വേറെ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ പോവും. അങ്ങനെ കുറേ കുട്ടികൾ ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഓൾറെഡി ഇപ്പോൾ ഒരു 20 സ്റ്റുഡൻസിന് അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്, അലോട്ട്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അതിലൊരു 15 സ്റ്റുഡൻസാണ് ജോയിൻ ചെയ്തതെങ്കിൽ ഒരു 5 സ്റ്റുഡൻസിൻ്റെ സീറ്റ് അവിടെ വീണ്ടും അവൈലബിളായി. അപ്പോൾ അത് അടുത്ത കുട്ടികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് സീറ്റ് കിട്ടുമോ എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഓൾറെഡി ഇതിന് ഇത്ര, പിന്നെ പാസ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാസ് മാർക്ക് ഇല്ല. ആദ്യം ഓരോ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നു. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന കുട്ടികളെ സ്കോളർഷിപ്പോട് കൂടി സീറ്റ് കൊടുക്കുന്നു. അതിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ സീറ്റ്, കാൻഡിഡേറ്റ്സിൻ്റെ സീറ്റ് അടുത്ത കാൻഡിഡേറ്റ്സിനായിട്ട് നീക്കി വെക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ടുള്ള ഒരു അലോട്ട്മെൻ്റ് ആയിട്ടാണ് നടക്കുക. ഇനി 3 പ്രാവശ്യത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടും അവിടെ സീറ്റ് അവൈലബിൾ ആണെങ്കിൽ അവർ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് ലാസ്റ്റ് കാൻഡിഡേറ്റ്സിനെ വിളിച്ചിട്ട് കൊടുക്കും. ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ +2ൻ്റെ മാർക്ക്, അതായത് +2 PCB മാർക്ക് ഇതിനെ റാങ്കിനെ എഫക്റ്റ് ചെയ്യുമോ, റാങ്ക് മാറുമോ എന്ന്. ആദ്യമേ ഞാൻ പറയാം, റാങ്ക് ഒരിക്കലും ചേഞ്ച് ആവില്ല. പക്ഷേ +2വിന് നിങ്ങൾക്ക് മിനിമം എലിജിബിലിറ്റി മാർക്ക് ഉണ്ടായിരിക്കണം. അതിൽ കൂടുതൽ ഇപ്പം 92%, 99%, അതൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഓൾറെഡി നിങ്ങൾക്കൊരു 500 സംതിങ് റാങ്ക് കിട്ടി എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങളുടെ എലിജിബിലിറ്റി മാർക്ക് ഇപ്പം ഫാം ഡി കോഴ്സ് ആണെങ്കിൽ അതിന് 70% എലിജിബിലിറ്റി മാർക്ക് വേണം. പക്ഷേ ഈ എലിജിബിലിറ്റി മാർക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് ക്യാൻസൽ ആവും. അപ്പം നിങ്ങൾ 3 ഓപ്ഷൻ വെക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 3 ഓപ്ഷൻസ് കോഴ്സിന് കൊടുക്കണം. അപ്പം നിങ്ങളുടെ ഡ്രീം കോഴ്സ് ഏതാണോ അതാണ് ഫസ്റ്റ് ഓപ്ഷനിൽ എപ്പോഴും കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ആദ്യമേ സീറ്റ് കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലേക്ക് പോകുക എന്ന് പറയുന്നത് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡ്രീം കോഴ്സ് ഫസ്റ്റ് ഓപ്ഷനിൽ വയ്ക്കുക.
പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ 3 കാറ്റഗറൈസ് ചെയ്തിട്ട് ഓൾറെഡി നിങ്ങൾ കോഴ്സിനെ പറ്റി അറിഞ്ഞ് വെക്കുക. പിന്നെ ഫോണിൻ അലോട്ട്മെൻ്റ് ആണെങ്കിൽ അവർ ഓൾറെഡി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് തരും. അവിടുത്തെ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചും കൂടി ആയിരിക്കണം നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ എത്ര റാങ്ക് കുറവുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അമൃതയിൽ അഡ്മിഷൻ കിട്ടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റൊക്കെ ചെയ്യണം. എനിക്കിനി മാർക്ക് കുറവാണ്, 2000+ ആണല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോകുന്ന കുട്ടികളുടെ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ എത്ര റാങ്ക് കുറവുള്ളവരാണെങ്കിൽ തീർച്ചയായും അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കൂടുതലായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, എനിക്ക് 150 റാങ്കാണ്, എനിക്ക് ഇതിന് BSc ഒപ്റ്റോമെട്രി കിട്ടുമോ, അങ്ങനെയൊക്കെ കുറേ പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ 150 മുന്നേ ഉള്ള ഇപ്പോൾ ഒപ്റ്റോമെട്രിക്ക് 15 സീറ്റ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ ഓൾറെഡി വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്റ്റോമെട്രിക്ക് എത്രയാണ് കോഴ്സ് സീറ്റെന്ന്. അതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഏത് കോഴ്സ് ആവട്ടെ, അപ്പോൾ ആദ്യം വരുന്നവർ എത്ര നിങ്ങളുടെ സെയിം കോഴ്സ് ഒപ്റ്റ് ചെയ്തു എന്നുള്ളതും അല്ലെങ്കിൽ എത്ര പേര് അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് പോയി എന്നുള്ളതും നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അതിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു മാർക്കിന് ഈ സീറ്റ് കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് ഇയർ അഡ്മിഷൻ പ്രകാരം 1500 എബോവ് മാർക്കുള്ളവർക്കും അറൗണ്ട് 2000 മാർക്കുള്ളവർക്കും BSc നഴ്സിംഗ് ഒക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അതൊക്കെ ലാസ്റ്റ് ചാൻസിൽ കൂടുതൽ പേര് ഒഴിഞ്ഞു പോകുന്നതനുസരിച്ച് ലാസ്റ്റ് റാങ്ക് ഉള്ളവർക്ക് ചാൻസ് കൂടി വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.